റമദാൻ മാസത്തിലാണ് ബദർ നടന്നത്, ഷവ്വാൽ മാസത്തിലാണ് ഉഹദ് നടന്നത്. ദുൽഖഅദിൽ നടന്ന വളരെ പ്രധാനപ്പെട്ടൊരു സംഭവമുണ്ട്. ആരുടെയെങ്കിലും ഓർമ്മയിൽ വരുന്നുണ്ടോ? ഷവ്വാലിൽ ഉഹദ് നടന്നു. ഷവ്വാലിൻ്റെ തൊട്ടടുത്ത മാസമായ ദുൽഖഅദിൽ വളരെ സുപ്രധാനമായൊരു സംഭവം നടന്നിട്ടുണ്ട്. ഹുദൈബിയ സന്ധി. ഹുദൈബിയ സന്ധി നടക്കുന്നത് ദുൽഖഅദ് മാസത്തിലാണ്. ഹിജ്റ 6-ാമത്തെ വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന ഹിജ്റയ്ക്ക് ശേഷം 6-ാമത്തെ വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വപ്നം കാണുകയാണ്. എന്താണ് സ്വപ്നം? പ്രവാചകനും സഹാബത്തും കൂടി മക്കയിലേക്ക് പോയി ഉംറ ചെയ്യുന്നതാണ് സ്വപ്നം. ഞാനും നിങ്ങളും കാണുന്നത് പോലെ അള്ളാഹിൻ്റെ റസൂലിൻ്റെ സ്വപ്നം തമാശയല്ല, അല്ലെങ്കിൽ പാഴ്ക്കിനാവോ അല്ല. അള്ളാഹിൻ്റെ റസൂലിൻ്റെ സ്വപ്നം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്, അള്ളാഹുവിൻ്റെ വഹിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ വഹി പ്രകാരം, ആ സ്വപ്നപ്രകാരം 1400ഓളം സഹാബികളെയും കൂട്ടി ഉംറ ചെയ്യാൻ വേണ്ടി പുറപ്പെടുകയാണ്. ആ പുറപ്പെടുന്ന സാഹചര്യം ഒന്ന് മനസ്സിലാക്കണം. മക്കക്കാർ കയ്യിൽ കിട്ടിയാൽ കൊല്ലാൻ നിൽക്കുന്ന ഒരു അവസരത്തിലാണ് റസൂലുള്ളയും സഹാബത്തും 1400ഓളം വരുന്ന സഹാബത്തും കയ്യിൽ ആയുധങ്ങളൊന്നുമില്ലാതെ, അവരെ യാത്രയിൽ സാധാരണ ഉപയോഗിക്കുന്ന ഒരു വാളല്ലാതെ വേറൊന്നും അവരെ കയ്യിലില്ല, ഒരു സന്നാഹങ്ങളും ഇല്ലാതെ മക്കയിലേക്ക് യാത്ര തിരിക്കുന്നത്. മക്കയിൽ എത്തുന്നതിൻ്റെ മുന്നേ ഹുദൈബിയയുടെ അതിർത്തിയിൽ വെച്ച് ഖാലിദ് ബിൻ വലീദ്, അന്ന് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. ഉഹദിന്റെ സമയത്തും അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. ഹുദൈബിയയുടെ സമയത്തും അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. ഹുദൈബിയയിൽ വെച്ച് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം അന്നത്തെ അദ്ദേഹത്തിന്റെ കുതിരപ്പടയാളികളുമായി അദ്ദേഹം മുസ്ലിങ്ങളെ തടഞ്ഞു, മക്കയിലേക്ക് പ്രവേശിക്കുന്നതിന് തടഞ്ഞു. അങ്ങനെ പ്രവാചകനും സഹാബത്തും ചർച്ച ചെയ്തു, ഇനി നമ്മൾ എന്ത് ചെയ്യും, എന്താണ് ഇതിനൊരു പരിഹാരം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം, താങ്കൾ പോയി ഖുറൈശികളോട് സംസാരിക്കണം, നിങ്ങൾക്കാണ് അതിനുള്ള ധൈര്യം ഉള്ളത്. ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകനോട് തിരിച്ചു പറഞ്ഞു, ഈ പറച്ചിൽ വഹീ പ്രകാരമല്ല. റസൂൽ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പോകണമെന്ന് പറയുന്നത് വഹീ പ്രകാരമല്ല. അങ്ങനെ ഈ പറച്ചിൽ പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലെ, എന്നേക്കാൾ എന്തുകൊണ്ടും അതിനർഹൻ ഉസ്മാനാണ്. ഏറ്റവും നന്നായി സംസാരിക്കാൻ കഴിയുന്ന, നല്ല സൽസ്വഭാവമുള്ള, ഹുസ്നുൽ ഖുൽഖുള്ള, എല്ലാവർക്കും ഇഷ്ടമുള്ള മനുഷ്യനാണ് ഉസ്മാനെ ഈ ഒരു ദൗത്യത്തിന് വേണ്ടി പറഞ്ഞയച്ചാൽ മതി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞു, ഒന്ന് ആയിക്കോട്ടെ, ഉസ്മാൻ പോയിക്കോട്ടെ. അങ്ങനെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഈ റസൂൽ ഏൽപ്പിച്ച ദൗത്യവുമായി മക്കയിലേക്ക് പോവാൻ. മക്കയിലേക്ക് ഉസ്മാൻ റളിയല്ലാഹു അൻഹു വരുമ്പോൾ തന്നെ അവരൊക്കെ സ്വീകരിക്കാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉപദ്രവിക്കുന്നില്ല, കാരണം അദ്ദേഹത്തിന് ഗോത്രപരമായ നല്ല ശക്തിയുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അവിടെ വലിയ ആഭ്യന്തര പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് അവരാരും ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉപദ്രവിക്കുന്നില്ല. അങ്ങനെ അദ്ദേഹത്തെ സ്വീകരിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾക്ക് വേണമെങ്കിൽ കാബം തവാഫ് ചെയ്യാം, മുഹമ്മദിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ അനുവദിക്കൂല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ വന്നത് ഇന്ന ദൗത്യത്തിന് വേണ്ടിയിട്ടാണ്, ആ ദൗത്യ പൂർത്തീകരണമാണ് എൻ്റെ ലക്ഷ്യം, തവാഫ് ചെയ്യുക എന്നതല്ല എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞ് അവർ കൊടുത്ത ഓഫർ ഉസ്മാൻ റളിയല്ലാഹു അൻഹു നിരസിക്കാണ്. അങ്ങനെ സഹോദരങ്ങളെ, അവർ തമ്മിൽ ഒരു വാഗ്വാദം ഉണ്ടാകുന്നു, ഖുറൈശികൾ തമ്മിലൊരു വാഗ്വാദം ഉണ്ടാകുന്നു. അവർക്കൊരു തീരുമാനത്തിലെത്താൻ പറ്റുന്നില്ല. എന്താണ് ചെയ്യുക, സമ്മതിക്കണോ അല്ല തിരിച്ചയക്കണോ? സമ്മതിച്ച് മുഹമ്മദും കൂട്ടരും മക്കയിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ ലോകം മുഴുവൻ ആ വാർത്ത പരക്കുകയും ചെയ്യും. ഖുറൈശികൾക്ക് വലിയ നാണക്കേടാണ്, പേടിച്ചിട്ട് അനുവദിച്ചു എന്നാണ് പറയാം. അങ്ങനെ ദിവസങ്ങൾ നീണ്ടു, ആ ചർച്ചകൾ ദിവസങ്ങൾ നീണ്ടു. ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3-ാമത്തെ ദിവസവും കഴിഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു തിരിച്ചു വരുന്നില്ല. മുസ്ലിങ്ങളുടെ ക്യാമ്പിൽ ആകെ ഒരു ചർച്ച തുടങ്ങി. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ഖുറൈശികൾ കൊന്നു കളഞ്ഞു. ആ ചർച്ച 1400 ആളുകളിലേക്കും കാട്ടുതീ പോലെ പടർന്നു. ആ ക്യാമ്പിൽ വല്ലാത്ത ബേജാറും പ്രയാസങ്ങളും ഉണ്ടായി. സ്വഹാബത്തിൽപ്പെട്ട ഓരോ ആളുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്ന് കാര്യം തിരയാൻ തുടങ്ങി. അവസാനം പ്രവാചകനും ഏകദേശം ആ കാര്യം സംഭവിച്ചു എന്ന് തോന്നിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഉള്ള 1400 മുസ്ലിങ്ങളുടെ കയ്യിൽ നിന്നൊരു ബൈഅത്ത് സ്വീകരിക്കുന്നതിന് വേണ്ടി ഒരു മരത്തിന്റെ താഴെ നിന്നു. ആ ബൈഅത്തിന്റെ പേരാണ് ചരിത്ര പ്രസിദ്ധമായ ബൈഅത്ത് റിദ്വാൻ. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫത്ഹിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ബൈഅത്തിനെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കൈ ഇങ്ങനെ നീട്ടിയിട്ട് അവിടെ നിന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സഹാബികളിൽ ഓരോരുത്തരും വന്നിട്ട് പ്രവാചകന്റെ കൈ പിടിച്ച് അള്ളാന്റെ റസൂലിനോട് അവർ പ്രഖ്യാപിക്കുകയാണ്, യാ റസൂൽ അല്ലാഹ്, ഒന്നുകിൽ ഉസ്മാനുമായി അദ്ദേഹത്തോടൊപ്പം നമ്മൾ മദീനയിലേക്ക് തിരിച്ചു പോകും, അല്ലെങ്കിൽ ഇവിടെ വെച്ച് നമ്മൾ അടരാടി മരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവർ വാഗ്ദാനം കൊടുക്കാൻ.
അള്ളാഹ് ആ ഒരു ബൈഅത്തിനെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ വിവരിക്കുന്നുണ്ട്. അള്ളാഹു പറയാണ്, لقد رضي الله عن المؤمنين إذ يبايعونك تحت الشجرة فعلم ما في قلوبهم فأنزل السكينة عليهم فأثابهم فتحا قريبا. അല്ലാഹു അതാ തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. അനിൽ മുഅ്മിനീന, വിശ്വാസികളെ സംബന്ധിച്ച് അല്ലാഹു അതാ തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. ഇദ് യുബായിഊനക തഹ്ത അശ്ശജറ, ആ മരത്തിന്റെ താഴെ വെച്ച് അവരങ്ങയ്ക്ക് ബൈഅത്ത് ചെയ്തപ്പോൾ അല്ലാഹു അവരെക്കൊണ്ട് തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. ഫഅലിമ മാ ഫീ ഖുലൂബിഹിം, അവരുടെ വാക്കുകൾ കേവലം മദര വ്യായാമമായിരുന്നില്ല, അവർ കേവലം നാവ് കൊണ്ട് മാത്രം പറയുന്നൊരു ബൈഅത്തായിരുന്നില്ല, അവരുടെ ഹൃദയത്തിന്റെ ഉള്ളുകൊണ്ട് അവരുടെ മനസ്സുകൊണ്ട് പ്രഖ്യാപിച്ചൊന്നായിരുന്നു. ഫഅലിമ മാ ഫീ ഖുലൂബിഹിം ഫഅൻസല സകീനത അലൈഹിം ഫഅതാബഹും ഫത്ഹൻ ഖരീബ. അവരുടെ ഹൃദയത്തിന്റെ ആത്മാർത്ഥത കാരണം ആകാശ ലോകത്ത് നിന്ന് ഞാനിതാ അവരുടെ ഹൃദയങ്ങളിലേക്ക് സമാധാനത്തെ വർഷിപ്പിച്ചിരിക്കുന്നു. ഫഅതാബഹും ഫത്ഹൻ ഖരീബ, സമീപമായ വലിയൊരു വിജയം നാം അവർക്ക് പ്രതിഫലമായി നൽകുകയും ചെയ്യുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ബൈഅത്തു റിദ്വാനിനെ കുറിച്ച് പറഞ്ഞതാണ്. അങ്ങനെ മുസ്ലിങ്ങൾ യുദ്ധസജ്ജമായി നിൽക്കുന്ന സമയം അതാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തിരിച്ചു വരികയാണ്. എന്നിട്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു റസൂലിനോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഖുറൈശികൾ ഒരു ഉടമ്പടിക്ക് തയ്യാറായിട്ടുണ്ട്. മക്കയിലേക്ക് പ്രവേശനാനുമതി തന്നിട്ടില്ലെങ്കിലും അവരൊരു ഉടമ്പടിക്ക് തയ്യാറായിട്ടുണ്ട്. ആ ഉടമ്പടിക്ക് വേണ്ടി ഖുറൈശികൾ തിരഞ്ഞെടുത്തത് വിഖ്യാതനായ നയതന്ത്രജ്ഞൻ സുഹൈൽ ഇബ്നു അംറിനെയാണ്. സുഹൈൽ ഇബ്നു അംറിന് ഒരു പ്രത്യേകതയുണ്ട്, വിദഗ്ധനായ നയതന്ത്രജ്ഞനാണ്. അതായത് വാക്ചാതുര്യം കൊണ്ടും സംസാരം കൊണ്ടും തങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനും അതുപോലെ തന്നെ വാശി പിടിച്ച് എന്താണോ തങ്ങൾ ആഗ്രഹിക്കുന്നത് അത് പറഞ്ഞ് സമർത്ഥിച്ച് നേടിയെടുക്കാനും ആ കാലഘട്ടത്തിലെ ഖുറൈശികളിലെ അതിസമർത്ഥനായിരുന്നു സുഹൈൽ ഇബ്നു അംർ. ആ സുഹൈൽ ഇബ്നു അംറിനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയായി ഉടമ്പടിക്ക് വേണ്ടിയിട്ട് മക്കക്കാർ തിരഞ്ഞെടുത്ത് പറഞ്ഞയച്ചത്. അങ്ങനെ സുഹൈൽ ഇബ്നു അംർ എന്ന ഇസ്ലാം സ്വീകരിച്ച അദ്ദേഹം പിന്നീട് ഇസ്ലാമിലേക്ക് വരുന്നുണ്ട്. സുഹൈൽ ഇബ്നു അംർ ഒരു ഭാഗത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുഭാഗത്തും ഇരിക്കുന്നു. പ്രവാചകന്റെ കൂടെ വലതു ഭാഗത്ത് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ഇരിക്കുന്നുണ്ട്. കാരണം പ്രവാചകന് എഴുതാനോ എഴുതിയത് വായിക്കാനോ അറിയില്ല. അത് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കണം, എന്താണ് എഴുതിയത് എന്താണ് വായിക്കേണ്ടത് എന്ന് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തിട്ട് വേണം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, യാ അലി, എഴുതുക, എഴുതുക, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. സുഹൈൽ ഇബ്നു അംർ ആദ്യം തന്നെ ഒബ്ജക്റ്റ് ചെയ്തു, ഇതേതാണ് ഈ റഹ്മാനുർ റഹീം, ഞങ്ങൾക്ക് പരിചയമില്ലാത്തൊരു റഹ്മാനുർ റഹീം, ഇത് പറ്റൂല. ബിസ്മിക അല്ലാഹും, ഇതാ ഞങ്ങൾക്ക് പരിചയമുള്ളത്, അത് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാശി പിടിച്ചില്ല, അലി അത് വായിച്ചേക്ക്, അത് വെട്ടിയേക്ക്, എന്നിട്ട് ബിസ്മിക അല്ലാഹും, സുഹൈൽ പറയുന്നത് പോലെ ബിസ്മിക അല്ലാഹും എന്ന് മാത്രം എഴുതുക. അങ്ങനെ വീണ്ടും ആ ഉടമ്പടി എഴുതാണ്. ഹാദാ മാ ഖദാ അലൈഹി മുഹമ്മദ് റസൂലുള്ളാഹ്, ഇത് അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് ഈ കരാറുമായി അംഗീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ സുഹൈൽ വീണ്ടും ഒബ്ജക്റ്റ് ചെയ്തു. സുഹൈൽ ഇബ്നു അംർ വീണ്ടും ഒബ്ജക്റ്റ് ചെയ്തു, അങ്ങ് അള്ളാഹിന്റെ റസൂലാണെന്ന് ഞങ്ങൾ അംഗീകരിക്കും, ഈ ഉടമ്പടിന്റെ ആവശ്യമില്ലല്ലോ, മുഹമ്മദ് റസൂല് പറ്റൂല, മുഹമ്മദ് ബിൻ അബ്ദില്ലാഹ്, ഹാദാ മാ ഖദാ അലൈഹി മുഹമ്മദ് ബിൻ അബ്ദില്ലാഹ്, അത് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പേരിൻ്റെ പിറകിൽ നിന്ന് റസൂലുള്ളാഹ് എന്നതും വായിച്ചു. എന്നിട്ട് പ്രിയപ്പെട്ടവർ, ആ ഉടമ്പടി എഴുതാൻ വളരെ പ്രധാനപ്പെട്ട 4 ഉടമ്പടികളാണ് അതിൽ എഴുതിയിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ഉടമ്പടി എന്ന് പറയുന്നത് 10 വർഷക്കാലം ഖുറൈശികളും മുസ്ലിങ്ങളുമായി ഒരു യുദ്ധവും ഉണ്ടാവാൻ പാടില്ല, ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തരത്തിലും ആക്രമിക്കാൻ പാടില്ല. ഒന്നാമത്തെ ഉപാധി അതാണ്. രണ്ടാമത്തത്, നിങ്ങൾ മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഇപ്പോൾ വന്നത് എന്തിനാണ്? ഉംറ ചെയ്യാനാണ്. ഉംറ ചെയ്യാൻ പറ്റൂല, തിരിച്ചു പോകണം. ഉംറ ചെയ്യാൻ പറ്റൂല, തിരിച്ചു പോകണം. അടുത്ത വർഷം നിങ്ങൾക്ക് അന്ന് ഉംറ ചെയ്യാം, അന്ന് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തരും, ഇപ്പം തിരിച്ചു പോകണം. മൂന്നാമത്തെ ഉപാധി, ഇത് വല്ലാത്ത മുസ്ലിങ്ങൾക്ക് അന്ന് വളരെ ഇഹാനത്തായിട്ട് തോന്നിയ, അങ്ങേയറ്റം ഒരു അപമാനിക്കുന്നത് പോലെ തോന്നിയ ഒരു ഉടമ്പടി. മൂന്നാമത്തെ, നമുക്കൊക്കെ അതറിയാം, മക്കയിൽ നിന്ന് ഒരാൾ ഇസ്ലാം സ്വീകരിച്ചിട്ട് മദീനയിലേക്ക് വന്നാൽ അയാളെ തിരിച്ചേൽപ്പിക്കുക എന്നത് പ്രവാചകന്റെ ഉത്തരവാദിത്തമാണ്. എന്നാൽ മദീനയിൽ നിന്ന് ഒരാൾ മുർത്തദായിട്ട് മക്കയിലേക്ക് തിരിച്ചു വന്നാൽ അയാളെ തിരിച്ചേൽപ്പിക്കുകയും ചെയ്യൂല. ഏകപക്ഷീയമായൊരു ഉപാധി. മുസ്ലിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ തിരിച്ചേൽപ്പിക്കണം, അവർക്ക് അവിടെ ആക്രമിക്കും, അവർ ഉപദ്രവിക്കും, തടവിലാക്കും, വേണമെങ്കിൽ കൊല്ലും ചെയ്യും, ഒരു ചോദ്യവും ഉത്തരവൊന്നുമില്ല, അങ്ങനെ തന്നെ ചെയ്യണം. ഇനി മക്കയിൽ നിന്ന് ഒരാൾ മദീനയിൽ നിന്ന് ഒരാൾ അങ്ങോട്ട് പോയാൽ അവർ തിരിച്ചേൽപ്പിക്കൂല, അത് അവരവിടെ പിടിച്ചു വെക്കുകയും ചെയ്യും. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്ക്, അവരെല്ലാ പ്രൊട്ടക്ഷനും കൊടുക്കുകയും ചെയ്യും.
നാലാമത്തെ ഉപാധി എന്ന് പറയുന്നത് എല്ലാ അറബ് ഗോത്രങ്ങൾക്കും ഏത് പക്ഷത്തുവാണെങ്കിലും ചേരാം. ഇഷ്ടമുള്ള അറബ് ഗോത്രങ്ങൾക്ക് മുഹമ്മദ് നബിയുടെ കൂടെ ചേരാം, ഇഷ്ടമുള്ള അറബ് ഗോത്രങ്ങൾക്ക് മക്കക്കാരുടെ ഖുറൈശികളുടെ കൂടെ ചേരാം. ഈ നാല് ഉപാധികൾ ഇങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് നിറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്തൊരു അപമാനമാണ് ഇത് റസൂലേ. പ്രവാചകരെ, എന്തിനാണ് നമ്മൾ ഈ അപമാനം പേറുന്നത്? എന്തിനാണ് നമ്മൾ ഈ തോൽവി പേറുന്നത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ തിരുത്തി. ഉമർ, അള്ളാഹുവിന്റെ കൽപ്പനയാണ്, വഹീ പ്രകാരമാണ് പ്രവാചകൻ അത് ചെയ്തത്. സുഹൈൽ ഇബ്നു അംറിന്റെ മകൻ അബൂ ജന്ദൽ ചങ്ങലകളുടെ കിലുക്കവുമായി അങ്ങോട്ട് വന്നു. അദ്ദേഹം മാസങ്ങളോളം തടവിലായിരുന്നു. പ്രവാചകൻ ഹുദൈബിയയിൽ ഉണ്ടെന്നറിഞ്ഞ് കേട്ടറിഞ്ഞിട്ട് ആ തടവിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നതാണ്. അപ്പോഴേക്കും ഉടമ്പടികൾ എഴുതി കഴിഞ്ഞിരുന്നു. റസൂലുള്ളാഹിനെ സമീപിച്ചിട്ട് അബൂ ജന്ദൽ പറഞ്ഞു, റസൂലുള്ളാഹ്, ഞാൻ ഇസ്ലാം സ്വീകരിച്ചിട്ട് ഒരുപാടായി, ഇവരുടെ പീഡനങ്ങളെയാണ് ഞാൻ ജീവിക്കുന്നത്, എന്നെ നിങ്ങൾ അങ്ങയുടെ കൂടെ കൊണ്ടുപോകണം. സുഹൈൽ ഇബ്നു അംർ പറഞ്ഞു, മുഹമ്മദ് പറ്റൂല, ഉടമ്പടി എഴുതി കഴിഞ്ഞു, പറ്റില്ല. ഉമർ റളിയല്ലാഹു പറഞ്ഞു, ഉടമ്പടിയിൽ ഒപ്പിട്ടിട്ടില്ല, നമുക്ക് അദ്ദേഹത്തെ സ്വീകരിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വാക്കിന് അത്രത്തോളം പ്രാധാന്യം നൽകുന്ന ഒരു ആളായതുകൊണ്ട്, നേതാവായതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിർബന്ധിതനായി അബൂ ജന്ദൽ റളിയല്ലാഹു അൻഹുവിനെ തിരിച്ചയക്കാൻ. യഥാർത്ഥത്തിൽ ആ ഹുദൈബിയയിൽ നിന്ന് മക്കയിലേക്ക് മുസ്ലിങ്ങളുടെ മടക്കുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, മനസ്സ് തകർന്ന്, ഹൃദയം തകർന്ന്, മനസ്സ് നൊന്തിട്ട് അങ്ങേയറ്റം വേദനയോടെയാണ് ഹുദൈബിയയിൽ നിന്ന് മക്കയിലേക്ക് മുസ്ലിങ്ങൾ തിരിച്ചു വരുന്നത്. ആ സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കുന്നത്. എന്താണ് ആയത്ത്? ഇന്നാ ഫതഹ്നാ ലക ഫത്ഹം മുബീനാ. പ്രവാചകരെ, വ്യക്തമായ ഒരു വിജയത്തിലേക്കുള്ള വാതിൽ ഞാനിതാ അങ്ങക്ക് തുറന്നു തന്നിരിക്കുന്നു. ഇതാണ് അള്ളാഹു പറയുന്നത്. ഒറ്റയടിക്ക് നോക്കുമ്പോൾ എന്താണ്? മുഴുവൻ പരാജയമാണ്, മുഴുവൻ അവഗണനയാണ്, അപമാനമാണ്. പക്ഷെ അള്ളാഹ് പറയുന്നത് വ്യക്തമായ വിജയം ഞാനിതാ നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, മാസങ്ങൾക്കുള്ളിൽ ആ പറയുന്ന ഓരോ ഉടമ്പടികളും ഏത് പ്രകാരമാണ് മുസ്ലിങ്ങളുടെ വിജയത്തിലേക്ക് നയിച്ചത് എന്ന് മാസങ്ങൾക്കുള്ളിൽ തെളിഞ്ഞു. ഒന്നാമത്തെ വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തെന്തറിയോ? റോമിലേക്ക് കത്തയച്ചു, പേർഷ്യയിലേക്ക് കത്തയച്ചു, ഈജിപ്തിലേക്ക് കത്തയച്ചു, അബിസീനയിലേക്ക് കത്തയച്ചു. ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്ന് ഇസ്ലാമിന് ആളുകൾ പരിചയിക്കാൻ തുടങ്ങി. ഇസ്ലാം വളരുക സമാധാനത്തിന്റെ അന്തരീക്ഷത്തിലാണ്. വാളുകൊണ്ടും യുദ്ധം കൊണ്ടും ബോംബ് കൊണ്ടും ഒന്നല്ല ഇസ്ലാം വളരണോ, സമാധാനം വേണം. കൊടിയ ശത്രു പോലും പരിശുദ്ധ ഇസ്ലാമിന്റെ വെളിച്ചത്തിന്റെ പാന്താവിലേക്ക് വരും. സമാധാനപരമായ അന്തരീക്ഷത്തിൽ ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കാൻ തയ്യാറായാൽ, പ്രബോധനം ചെയ്യാൻ തയ്യാറായാൽ. ദഅവത്താണ് പ്രിയപ്പെട്ടവരെ മുസ്ലിം ഉമ്മത്തിന്റെ ഏറ്റവും വലിയ ആയുധം. ദഅവത്താണ് മുസ്ലിം ഉമ്മത്തിന്റെ ഏറ്റവും വലിയ രക്ഷ. ദഅവത്ത് നടത്തുക, ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക, അള്ളാഹിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. അജയ്യമായ പരിശുദ്ധ ഖുർആൻ ഉയർത്തിപ്പിടിച്ച് ഏത് ബൗദ്ധിക യുദ്ധത്തിലേക്ക് നാം ഇറങ്ങിത്തിരിച്ചാലും ആ ബുദ്ധി കൊണ്ടുള്ള യുദ്ധത്തിൽ പരാജയപ്പെടുന്ന പ്രശ്നമില്ല. അതാണ് 10 വർഷത്തിൽ നടന്നത്. ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്നും ആളുകൾ ഇസ്ലാമിലേക്ക് ഒഴുകി വരാൻ തുടങ്ങി. എത്രത്തോളം അറിയോ? ഒന്നാമത്തെ വർഷം, രണ്ടാമത്തെ വർഷം, ഒരു വർഷവും 3 മാസവും ആകുമ്പോഴേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും മക്കയിലേക്ക് കയറുന്നത് തടയാൻ ഹുദൈബിയ സന്ധിയിൽ പട്ടാളക്കാരുമായി വന്ന സാക്ഷാൽ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു മുസ്ലിമായി. സാക്ഷാൽ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു മുസ്ലിമായി മദീനയിലേക്ക് വന്നു, ഷഹാദത്ത് ചൊല്ലി. അദ്ദേഹത്തിന്റെ കൂടെ ആ കാലഘട്ടത്തിലെ സുഹൈർ ഇബ്നു അംറിനേക്കാൾ വലിയ നയതന്ത്രജ്ഞൻ അംർ ഇബ്നു ആസ്, അദ്ദേഹം മുസ്ലിമായി. കഅബാലയത്തിന്റെ താക്കോൽ സൂക്ഷിപ്പുകാരനായ ഉസ്മാൻ ഇബ്നു തൽഹ, അദ്ദേഹം മുസ്ലിമായി. രണ്ടാമത്തെ വർഷം ആകുമ്പോഴേക്ക് മക്കയിലെ പ്രധാനപ്പെട്ട ഇന്റലക്ച്വൽ ടീം മുഴുവൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. കാരണം അവർക്ക് യുദ്ധമില്ലാതെ, വൈരാഗ്യം ഇല്ലാതെ ഇസ്ലാമിനെ കുറിച്ച് ചിന്തിക്കാൻ, എന്താണ് മുഹമ്മദ് പറയുന്നത്, എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്താണ് മുഹമ്മദ് റസൂലുള്ളാഹ്, എന്താണ് ഖുർആൻ, ഇതിനെക്കുറിച്ചൊക്കെ ആലോചിക്കാൻ അവർക്ക് സമയം കിട്ടി. ആലോചിച്ചപ്പോൾ, ചിന്തിച്ചപ്പോൾ, പഠിച്ചപ്പോൾ അവർ ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്തു. ഇതാണ് ഒന്നാമത്തെ ഉടമ്പടി കൊണ്ട് ഇസ്ലാമിനുണ്ടായ നേട്ടം. ഇനി രണ്ടാമത്തെ ഉടമ്പടി, ഉംറ വളരെ സമാധാനത്തോടെ ചെയ്യാൻ. ഏത് മക്കക്കാരാണോ തടഞ്ഞത് ആ മക്കക്കാരുടെ സംരക്ഷണത്തിൽ സമാധാനത്തോടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും ഉംറ ചെയ്തു. മൂന്നാമത്തെ ഉടമ്പടി എന്താ പറയുക? ആ ഉടമ്പടി കൊണ്ടുണ്ടായ ഏറ്റവും വലിയ നേട്ടം എന്താ പറയുക? മൂന്നാമത്തെ ഉടമ്പടി എന്താണ്? മക്കയിൽ നിന്ന് ആരെങ്കിലും മദീനയിലേക്ക് ഇസ്ലാം സ്വീകരിച്ച് വന്നു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യണം? മക്കയിലേക്ക് തിരിച്ചയക്കണം എന്നാണ്. അങ്ങനെ ഈ സമാധാനത്തിന്റെ കാലയളവിൽ ഇസ്ലാമിനെ കുറിച്ച് ചിന്തിച്ചും പഠിച്ചും ഒരുപാട് ആളുകൾ മദീനയിലേക്ക് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തിരിച്ചയച്ചു. ആ കൂട്ടത്തിൽ അബൂ ബസീർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ഒരു സഹാബി, അദ്ദേഹം വന്നു. റസൂലുള്ളാഹി അദ്ദേഹത്തെ തിരിച്ചയക്കാതെ വേറെ മാർഗ്ഗമില്ലല്ലോ. പക്ഷേ ഈ മുസ്ലിങ്ങൾ മക്കയിലേക്ക് തിരിച്ചു പോവില്ല, അവർക്ക് തിരിച്ചു പോകാൻ പറ്റൂല. അങ്ങനെ അവർ മക്കയുടെ ഒരു ഔട്ടർ ഏരിയയിൽ തമ്പടിച്ചു.
ഈ വരുന്ന ആളുകൾ മുഴുവൻ മക്കയുടെ ഔട്ടർ ഏരിയയിൽ തമ്പടിക്കാൻ തുടങ്ങി. തമ്പടിച്ച് അതൊരു ആൾക്കൂട്ടമായി മാറി. അവർക്ക് ഭക്ഷണം കഴിക്കണം, അവർക്ക് വെള്ളം കുടിക്കണം, അവർക്ക് ജീവിക്കണം. സ്വാഭാവികമായി മക്കയിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന കച്ചവട സംഘങ്ങൾ മുഴുവൻ അവർ ആക്രമിക്കാൻ തുടങ്ങി. അവർക്ക് വേറെ രക്ഷയില്ല. കാരണം മദീനയിൽ റസൂലിനെ സ്വീകരിക്കുന്നതിൽ ഉടമ്പടി അതാണ്. മക്കയിലേക്കോട്ട് തിരിച്ചു വരാനും കഴിയില്ല, ഇവർ പീഡിപ്പിക്കും. അപ്പം അവരെന്ത് ചെയ്യും? മക്കയുടെ പ്രാന്തപ്രദേശങ്ങൾ അവർ തമ്പടിക്കുകയും ഗറില്ല യുദ്ധം നടത്തുകയും ചെയ്തു. ഗറില്ല വാർ നടത്തി. യഥാർത്ഥത്തിൽ മക്കക്കാരുടെ ഒരു കച്ചവട സംഘത്തിന് പോലും സമാധാനത്തോടെ ഷാമിലേക്കോ യമനിലേക്കോ യാത്ര ചെയ്യാൻ കഴിയില്ലെന്ന അവസ്ഥ വന്നപ്പോൾ സാക്ഷാൽ മക്കക്കാർ മദീനയിലേക്ക് വന്നിട്ട് റസൂലുള്ളാഹിയോട് പറഞ്ഞു, ഈ ഉടമ്പടി ഒന്ന് തിരുത്തി തരണം, ഇതൊന്ന് ഞങ്ങൾക്ക് തിരുത്തി തരണം, ഇതൊന്ന് ഞങ്ങൾക്ക് മാറ്റിത്തരണം. ആലോചിച്ചോക്കിങ്ങൾ, ആദ്യം കാണുമെന്ന് മുസ്ലിങ്ങൾക്ക് ഇതൊരു അപമാനമാണ്. പക്ഷേ ആ ഉടമ്പടി എഴുതിയവർക്ക് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ശല്യമാക്കി മാറ്റി. നാലാമത്തെ ഉടമ്പടി എന്തെന്നറിയോ? ഏത് ഗോത്രങ്ങൾക്ക് വേണമെങ്കിലും ഏത് പക്ഷത്തും ചേരാമെന്ന ആ നാലാമത്തെ ഉടമ്പടിയിൽ പക്വതയും വിവേകവുമുള്ള ഗോത്രങ്ങൾ മുഴുവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പക്ഷത്ത് തീർന്നു. അന്ധമായ വൈരാഗ്യവും എടുത്തുചാട്ടവും എല്ലാമുള്ള ഗോത്രങ്ങൾ മുഴുവൻ മക്കക്കാരുടെ പക്ഷത്തും ചേർന്നു. ഇതിന്റെ ഫലം എന്താണ്ടായത്? ഇതിന്റെ ഫലമായി 10 വർഷത്തെ സമാധാന ഉടമ്പടി മക്കയുടെ ഭാഗത്തുള്ള ആ മുന്നണിയിൽ നിന്ന് തകർക്കപ്പെട്ടു. മക്കയിലെ ഖുറൈശികളുടെ ഒരു ആലിയായ ഒരു ഗോത്രക്കാർ മദീനയിലെ ചില ഗോത്രങ്ങളെ ആക്രമിച്ചു. അതോടുകൂടി ആ ഉടമ്പടി അവസാനിച്ചു. ഉടമ്പടി അവസാനിച്ചതോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ 1 വർഷവും 8 മാസവും സമയ കാലയളവിൽ വലിയ ശക്തി കൈവരിച്ചിരുന്നു. ആ ശക്തമായ സൈന്യവുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പുറപ്പെടുകയാണ് മക്കയിലേക്ക്. അവിടെയാണ് മക്കം ഫത്ഹ് സംഭവിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ചരിത്രങ്ങൾ പ്രിയപ്പെട്ടവരെ യഥാർത്ഥ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് സ്വന്തം ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വനസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅൻ ജമീഇൽ മുസ്ലിമീന അജ്മഈൻ വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. പ്രിയപ്പെട്ടവരെ, 15,000-ഓളം പട്ടാളക്കാരുമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക കീഴടക്കാൻ വേണ്ടി പോകുന്നത്. ആ ഒരു മക്കയെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കം ഫത്ഹിനെ കുറിച്ചാണ് പറഞ്ഞത്. ഫഅസാബഹും ഫത്ഹൻ ഖരീബ, സമീപമായൊരു വിജയം അവരെ കാത്തിരിക്കുന്നു. ഇവിടെ നിങ്ങൾ നോക്ക്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ മാർഗനിർദ്ദേശങ്ങൾ നാം പിൻപറ്റുമ്പോൾ മുസ്ലിങ്ങളോട് എന്താ പടച്ചോൻ പറഞ്ഞത്? ഒരു യുദ്ധത്തിന് വേണ്ടിയുള്ള കോപ്പ് കൂട്ടാൻ ഒരിക്കലും മുസ്ലിങ്ങളോട് അല്ലാഹു പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ആവശ്യമായ കരുത്ത് നിങ്ങൾ ശേഖരിക്കുക എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു യുദ്ധത്തിലേക്ക് എടുത്തു ചാടി ഒരു പ്രശ്നം ഉണ്ടാക്കി, ഒരു കുഴപ്പമുണ്ടാക്കി, ഒരു ശത്രുവിനെ കാണുന്ന വിഷയത്തിൽ പോലും എന്ത് നിലപാടെടുക്കാനാണ് ഇസ്ലാം പറഞ്ഞത്? നീ ഒരു വഴിയിലൂടെ പോയാൽ ശത്രുവിനെ കണ്ടുമുട്ടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ വഴിയിലൂടെ നീ പോകാതിരിക്കുന്നതിന് ധീരത തെളിയിക്കുന്നതിനാണ് ആ വഴിയിലൂടെ നീ പോകണ്ട. ഞാൻ ഭയങ്കര ധീരനാണ്, എന്നെ എന്താ ചെയ്യുക, ഞാൻ അങ്ങനെ ആക്കിക്കളി ഇങ്ങനെ ആക്കിക്കളി, അതല്ല ഇസ്ലാം. ആ വഴിയിലൂടെ നീ പോകണ്ട, നീ വേറെ വഴിയിലേക്ക് പോയിക്കോ. ഇനി എങ്ങാനും ഒരു ശത്രുവിനെ കണ്ടുമുട്ടാനിട വന്നാൽ ഒരടി പോലും പിന്നോട്ട് വെക്കരുത്. ഒന്നുകിൽ മരണം അല്ലെങ്കിൽ വിജയം. മൂന്നാമതൊരു ഓപ്ഷൻ മുസ്ലിമിന് മുന്നിലില്ല. ഇതാണ് ഇസ്ലാമിന്റെ നിലപാട്. നോക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉപാധികൾ സ്വീകരിച്ചപ്പോൾ പ്രവാചകന്റെ മനസ്സ് ഒരിക്കലും പറഞ്ഞില്ല ഇത് എന്തൊരു അപമാനാണിത്, എന്തൊരു ഇകഴ്ത്തലാണ്. ഇല്ല, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പക്ഷേ സ്വഹാബത്തിന് അതൊരു വലിയ പ്രയാസവും ബാധ്യതയായിട്ട് തോന്നി. ആ ബാധ്യതയും പ്രയാസമായിട്ട് തോന്നിയതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ വിജയമായിട്ട് അവർക്ക് നൽകുന്നത്. മക്കം ഫത്ഹ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു കാര്യമായ രക്തച്ചൊരിച്ചിലൊന്നും ഇല്ലാതെ ഒരു നാട് കീഴടക്കാണ്. ചെറിയ വിജയം നല്ലത്. ലോക ചരിത്രത്തിൽ തന്നെ അങ്ങനെയുള്ള വിജയങ്ങൾ വളരെ അപൂർവമാണ്. ലോക ചരിത്രത്തിൽ ഒരുപാട് സമയമൊന്നുമില്ലല്ലോ. 1 വർഷവും 8 മാസവും കൊണ്ടാണ് ഈ വലിയ ചേഞ്ച് മുഴുവൻ നടക്കുന്നത്, ഈ വലിയ വ്യത്യാസം മുഴുവൻ നടക്കുന്നത്. നിങ്ങൾ നോക്ക്, മക്കം ഫത്ഹ് ഒരു വർഷവും 8 മാസവും ഇപ്പുറത്തേക്ക് കഴിഞ്ഞപ്പോൾ മക്കം ഫത്ഹിന് വേണ്ടി അള്ളാന്റെ റസൂലും സഹാബത്തും പോകുന്ന സമയത്ത് മുന്നിൽ നിന്നിട്ട് ആ സൈന്യത്തെ നയിക്കുന്നത് ആരാണെന്നറിയോ? ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു. എങ്ങാനും ഒരു റെസിസ്റ്റൻസ് ഉണ്ടായാൽ, എങ്ങാനും ഒരു നേരിടൽ, ഒരു യുദ്ധം, ഒരു അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ തടയുന്നതിനും അതിനെ നേരിടുന്നതിനും വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിക്കുന്നത് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനെയാണ്. അദ്ദേഹത്തിന്റെ കൂടെയുള്ളത് അംർ ഇബ്നു ആസാൻ. ഈ മക്കം ഫത്ഹിന്റെ സമയത്താണ് അവിടെ കുറച്ചെങ്കിലും ഒരു യുദ്ധം, കുറച്ചെങ്കിലും അതിനെ ഒന്ന് പ്രതിരോധിക്കാൻ നിന്ന ആളാണ് അബൂജഹലിന്റെ മകൻ ഇക്രിമ. ആവുന്ന വെട്ടൊക്കെ വെട്ടി, ആവുന്ന ആക്രമണമൊക്കെ നടത്തി ഓടിപ്പോകുന്നുണ്ട്. ഓടിപ്പോയിട്ട് കപ്പലിൽ കയറി. കപ്പൽ ആടി ഉലയാൻ തുടങ്ങിയപ്പോൾ അതിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ മുഴുവൻ അള്ളാഹിനെ വിളിക്കാൻ തുടങ്ങി. ഇക്രിമ ചിന്തിച്ചു, ഞാൻ എന്തിനാണ് ഓടിയത്? എന്തിനാണ്? മുഹമ്മദ് അള്ളാഹിനെ മാത്രമേ വിളിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ ആദർശത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്തതുകൊണ്ടാണ്. ഞാനിപ്പോൾ എന്താ കാണുന്നത്?
ഈ നടുക്കടലിൽ കപ്പൽ മുങ്ങുന്ന സമയത്ത് എന്നെ സഹായിക്കാൻ പടച്ചോ മാത്രമേ ഉള്ളൂ എന്ന വസ്തുതയാണ് ഞാൻ കാണുന്നത്. ഞാൻ എന്തിനു ഓടണം? എവിടേക്കാണ് ഞാൻ ഓടുന്നത്? ഒരു അപകടം വരുമ്പോൾ സ്ഥിരതയില്ലാതായി പോകുന്ന ഒരു ആദർശത്തിന് വേണ്ടിയാണോ ഞാൻ ഓടേണ്ടത്? ഒരു അടിത്തറയില്ലാത്തതിന് വേണ്ടിയാണോ ഞാൻ ഓടേണ്ടത്? അദ്ദേഹം തിരിച്ചു വന്നു, നേരെ റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്നു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഹുദൈബിയ സന്ധി എന്ന് പറയുന്നത് ഒരു വല്ലാത്ത സംഭവമാണ്, ഒരു വല്ലാത്തൊരു കഥയാണത്, വല്ലാത്തൊരു ചരിത്രമാണ്. മറ്റു യുദ്ധങ്ങൾ പോലെയല്ല, ബദർ പോലെയോ ഉഹുദ് പോലെയോ ഖന്തക്ക് പോലെയോ ഖൈബർ പോലെയല്ല ഹുദൈബിയ. ഹുദൈബിയ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ സക്കീനത്ത് നേരിട്ട് ഇറങ്ങിയ സമയം, അള്ളാഹു ആ വിജയം ഒരു പരാജയമെന്ന് തോന്നിക്കുന്ന വർണ്ണക്കടലാസിന്റെ ഉള്ളിൽ വലിയ വിജയം ഒളിപ്പിച്ചു വെച്ച സംഭവത്തിനെയാണ് യഥാർത്ഥത്തിൽ ഹുദൈബിയ സന്ധി എന്ന് പറയുന്നത്. ജീവിതത്തിൽ ഇന്നും നമ്മളത് സ്വീകരിക്കേണ്ടതുണ്ട്. അതിലേറ്റവും വലിയ പാഠം എന്ന് പറയുന്നത് നാട്ടിലെ സമാധാന അന്തരീക്ഷം പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. ഇപ്പൊ കേരളത്തിലേക്ക് അൽഹംദുലില്ലാഹ് സമാധാനമുണ്ട്, സമാധാനം തകർന്നിട്ടില്ല. ഇന്ന് നമുക്ക് ദാവത്ത് നടത്താനുള്ള എല്ലാ സാഹചര്യങ്ങളുണ്ട്. ദാവത്ത് നടത്തുക, നന്നായിട്ട് ദാവത്ത് നടത്തുക. ഇസ്ലാം അങ്ങനെയാണ് വളരുക. എന്താണ് ദാവത്ത്? ദാവത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളെ പിടിച്ചിങ്ങോട്ട് ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന് അയാളെ സുന്നത്തയിക്കുക എന്നുള്ളതല്ല ദാവത്ത്. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ദാവത്ത് എന്ന് പറഞ്ഞാൽ ബലാഗാണ്, തബ്ലീഗാണ്. ആളുകൾക്ക് ദീൻ എത്തിച്ചു കൊടുക്കുക, ആളുകൾക്ക് പറഞ്ഞു. ചില ആളുടെ വിചാരം, ചില ആളുകൾ അങ്ങനെയാണ്. എന്താ വെച്ചാൽ ആളുകളെ ഇങ്ങോട്ട് പിടിച്ചു കൊണ്ടുവരിക, വീട് കൊടുത്ത് കൊണ്ടുവരിക, പൈസ കൊടുത്ത് കൊണ്ടുവരിക, സാമ്പത്തിക സഹായം കൊടുത്ത് കൊണ്ടുവരിക. ആരാ ഇത് പഠിപ്പിച്ചത്? അല്ലല്ലോ. ദഅവത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആദർശം എന്താണോ അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഹൃദയത്തിൽ കേട്ടിട്ടുണ്ടോ പടച്ചവനാണ്. നമ്മുടെ ഒരാൾക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അയാളുടെ മനസ്സിൽ അള്ളാഹു ഇസ്ലാമിലേക്ക് അയാളെ കൊണ്ടുവരാൻ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ മനസ്സിനെ അള്ളാഹു പാകപ്പെടുത്തും, അയാളുടെ ഹൃദയത്തെ അള്ളാഹു വിശാലമാക്കും. ഇനി ഒരാൾ ഒരിക്കലും നന്നാവില്ല എന്നാണോ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുള്ളത്? ഹൃദയം കടുപ്പ് ഇടുങ്ങിയതാവും, അയാൾക്ക് ഒരിക്കലും കേൾക്കുന്നത് ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ കഴിയില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, സമാധാന അന്തരീക്ഷം ദഅവത്തിന് വേണ്ടി ഉപയോഗിക്കുക. ഈ ഒറ്റ കൊല്ലത്തിൻ്റെ ഇടയിൽ ഇത്രയേറെ രാഷ്ട്രത്തലവന്മാർക്കിടയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കത്തയച്ചു. ഇത്രയേറെ രാജ്യങ്ങളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ റസൂൽ ദൗത്യ സംഘങ്ങളെ പറഞ്ഞയച്ചു. അവരെല്ലാം അവിടെ സജീവമായി ദഅവത്ത് നടത്തി. മക്കയിലും ദഅവത്ത് നടന്നു, മദീനയിലും ദഅവത്ത് നടന്നു, ഈജിപ്തിലും ദഅവത്ത് നടന്നു, റോമിലും ദഅവത്ത് നടന്നു, പേർഷ്യയിലും ദഅവത്ത് നടന്നു. ആ ഹിജാസിന്റെ ചുറ്റുഭാഗത്തുള്ള സകല സ്ഥലങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന പ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദഅവത്ത് നടത്തി. അതിന്റെ ഫലം കൃത്യമായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊയ്തെടുക്കുകയും ചെയ്തു. അള്ളാഹുവിന്റെ ഹിക്മത്ത് നിങ്ങളൊന്ന് നോക്ക്. ഹിജാസ് എന്ന് പറഞ്ഞ ആ ചെറിയ കഷ്ണം ഉണ്ടല്ലോ, അതായത് മക്കയും മദീനയും ഉൾക്കൊള്ളുന്ന ആ ചെറിയൊരു ഭൂമി, ആ ഹിജാസിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥത്തിൽ മരുഭൂമികൾ കൊണ്ട് ചുറ്റിയിരിക്കാൻ. ആ കാലഘട്ടത്തിലെ ഏറ്റവും ശക്തരായ രണ്ട് സാമ്രാജ്യങ്ങൾ, ഒരു ഭാഗത്ത് റോമും ഒരു ഭാഗത്ത് പേർഷ്യയും. ഈ റോമും പേർഷ്യയും രണ്ടു കൂട്ടരും ഹിജാസിനെ ആക്രമിച്ചിട്ടില്ല. എന്താ കാരണം? ഹിജാസിൽ ഒരു അറ്റാക്ക് നടത്തുന്നുണ്ടെങ്കിൽ അത്രയും മിലിറ്ററി എഫേർട്ട് ആവശ്യമാണ്, അത്രയും സൈന്യ സന്നാഹങ്ങൾ ആവശ്യമാണ്, വലിയ പൈസ ചിലവാകും. അങ്ങനെ വലിയ പൈസ ചിലവാക്കിയിട്ട് ഹിജാസിലേക്ക് വന്നാൽ അവിടെ കിട്ടാൻ മാത്രം എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. കുറച്ച് മനുഷ്യന്മാരും കുറച്ച് ആടുകളും കുറച്ച് ഒട്ടകങ്ങളും. ഇതിനു വേണ്ടിയിട്ട് അവരാരും അത്രയും വലിയ സൈന്യ സന്നാഹത്തോട് ആക്രമിക്കാൻ വന്നിട്ടില്ല. പക്ഷേ ആ ഹിജാസിന്റെ ഉള്ളിൽ നിന്നാണ് പിന്നീട് ലോകം മുഴുവനും വ്യാപിക്കുന്ന, ലോക ജനസംഖ്യയുടെ 1/4 വരുന്ന വലിയ ഒരു ജനവിഭാഗത്തിന്റെ ആവിർഭാവം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയത് ആരും മൈൻഡ് ചെയ്യാതെ വിട്ട, പേർഷ്യയും റോമും മൈൻഡ് ചെയ്യാതെ വിട്ട ആ ഹിജാസിൽ നിന്നാണ്. ആ ഹിജാസിലെ വിജയത്തിന്റെ, ലോക വിജയത്തിന്റെ തുടക്കമായി അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചത് ഒറ്റ നോട്ടത്തിൽ പരാജയമെന്ന് തോന്നിക്കുന്ന ഹുദൈബിയ സന്ധിയാണ്. അതുകൊണ്ട് ലോകത്ത് നടക്കുന്ന സംഭവ വികാസങ്ങളിൽ പലതും നമുക്ക് പരാജയമാണ് എന്ന് തോന്നുമെങ്കിലും പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ അതൊരിക്കലും പരാജയമല്ല, അതൊരിക്കലും പരാജയമല്ല. അതിൻ്റെ പിന്നിൽ, അതിൻ്റെ പിറകിൽ, അതിൻ്റെ ഉള്ളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിൻ്റെ ഇസ്സത്ത് കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്, ഈ ഉമ്മത്തിൻ്റെ നജാത്ത് കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്, ഈ ഉമ്മത്തിൻ്റെ റഫ്അ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല. അത് മനസ്സിലാക്കാനും ബസീറത്തോടുകൂടി, ഉൾക്കണ്ണോടുകൂടി അത് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും നമുക്ക് ഇവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നാളെ നാം കാണാൻ പോകുന്ന ഇസ്ലാമിൻ്റെ ഉന്നത വിജയത്തിൽ ചെറിയ രീതിയിലെങ്കിലും പങ്കാളികളാകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ പ്രബോധനത്തിൻ്റെ വീതിയിൽ മുന്നണിയിൽ നിൽക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ.